ഒട്ടും പ്രിപ്പയർഡ് ഒന്നല്ല. എന്ത് കഥ പറയണെന്ന് എനിക്കറിയില്ല. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ പറ്റുന്നുള്ളൂ. അല്ല ഇത് പറയൂ, ഞാൻ പിന്നീട് ഒരിക്കലും പിന്നീട് ഒരു ഫംഗ്ഷൻ പറയാം. നമ്മുടെ ഇടയിൽ പറയാം, പക്ഷേ അത് നോക്കി വായിക്കാനേ പറ്റുള്ളൂ. നീ പാട് ആദ്യം പാട്. ആ സമയത്ത് അവൻ എഴുതാൻ പറഞ്ഞു. കഥ പറ സിൻസ പറ. ബില്ലല്ലേ അച്ഛനെ പറയണ പറ. ദീപകിനെ കുറിച്ച് തമാശ പറയണ്ടാണ്. അപ്പൊ അത് ആ സീരിയസിലെടുത്താണ്. ഇപ്പൊ ഞങ്ങള് കോഡിംഗ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടൊക്കെ ഞങ്ങള് തമാശക്ക് ഓരോന്ന് പറയാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഐഫോൺ ഡെവലപ്മെന്റില് ഈ ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫ്ലാഗ് ശരിക്കും ഞങ്ങള് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ എന്നോട് ആശാൻ പറഞ്ഞേക്കുന്നത്, ആശാന്ന് പറയുന്നത് ബിലാലും ജോണിക്കുട്ടിയാണ് ഞങ്ങളുടെ ആശാന്മാര്. അപ്പൊ ബിലാല് ആശാൻ പറഞ്ഞേക്കുന്നത് ഫ്ലാഗ് അങ്ങനെ സെറ്റ് ചെയ്യാൻ പാടില്ല, വളരെയധികം ക്രൂഷ്യൽ മൊമെന്റ്സ് വരുമ്പോൾ മാത്രമാണ് ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോ ഞങ്ങൾക്ക് ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ആശാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയില്ല. മൂപ്പര് പ്രത്യേക പ്രകൃതാന്ന് പറയാറുണ്ട്. അപ്പോ ഞങ്ങൾ വളരെ ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ നോക്കും, ആശാൻ നോക്കുന്നുണ്ടോ എങ്ങനെയാണ്. അപ്പൊ പ്രാവശ്യം ഇതേപോലെ പ്രാവശ്യം സാറ് വിളിച്ചു. ഇത് തമാശക്കാണ്, ഉണ്ടായിട്ടുള്ളതൊന്നല്ല, എന്നാലും ഞങ്ങളങ്ങനെ കഥയായിട്ട് പറയുന്നതാണ്. അപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ ചെന്നാശം പറഞ്ഞു, ഇന്ന് എൻ്റെ ഒരു ബിൽഡില്ല, ക്ഷമിക്കണം സാറ് എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. അല്ല സാറപ്പന്നെ പറഞ്ഞു, നിന്നോട് ബിൽഡിന്റെ കാര്യം ആരെങ്കിലും ചോദിച്ചാ ബിൽഡുള്ള എപ്പോ പറഞ്ഞാൽ മതിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അത് പറഞ്ഞു, സിൻസ് അവിടെ നിൽക്കണം, ആരെങ്കിലും പോയിട്ട് എൻ്റെ പ്രൊജക്ട് എടുത്തുകൊണ്ട് വരും. അപ്പൊ ഞാൻ പതുക്കെ വാതിൽ സൈഡ് കൂടെ രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ എനിക്കത് പറ്റിയില്ല. അപ്പോഴേക്കും സാറ് പിടിച്ചു, അവിടെ നിൽക്ക്, ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പൊ എൻ്റെ പ്രൊജക്ട് എടുത്തിട്ട് റൺ ചെയ്തു. എന്നിട്ട് അത് നോക്കിയിട്ട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇല്ലയാന്ന് പറഞ്ഞു. നിന്നോടല്ല പറഞ്ഞ ഇങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞു. ഇല്ല വരില്ലാന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് പറഞ്ഞു, ഞാനൊന്നും ചെയ്യില്ലല്ലോ പോരാ. എന്നിട്ട് ഞാൻ പോയി 135 ഫ്ലാഗ് 500 റിക്വസ്റ്റ്, നീ ഒരു പ്രോഗ്രാം ഡെവലപ്പറാണോടാന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് ഒരാളെ എൻ്റെ എന്നിട്ട് പറഞ്ഞു, സാർ അവന് പ്രോഗ്രാം പറഞ്ഞു കൊടുക്കാൻ ദീപക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവൻ നന്നായിട്ട് നല്ല രീതിയിൽ കോഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളാണ്. ആള് പ്രോഗ്രാം പറഞ്ഞു കൊടുക്കും. അവനെ ഒഴിവുണ്ടെങ്കിൽ ആളുടെ അടുത്തേക്ക് വിടാൻ പറഞ്ഞു. അപ്പൊ സാറിങ്ങനെ ഒന്ന് ഓർത്ത് നോക്കി, ദീപക് എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ. പെട്ടെന്നൊരു സംഭവമാണുള്ള മനസ്സിൽ വരികയാണ്. അപ്പൊ അതെങ്ങനെയാണ്, കുറെ ആളുകൾക്ക് മുമ്പ് ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറിന് എൻ്റെ നമ്മുടെ പ്രോജക്റ്റ് ഒരു ദിവസം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു, അതിനെന്താ ദീപക് തമാശ വരാണ്, നോക്കാലോ നമുക്ക് നോക്കാലോ. ശരി, നിങ്ങൾക്ക് ഒരു ഒഴിവുള്ള ദിവസം പറയും. ശരി, അപ്പം ഇന്നൊരു ദിവസം നമുക്ക് നോക്കാം. അങ്ങനെ കോഡ് നോക്കാനായിട്ട് ഇരിക്കുകയാണ്. കോഡ് നോക്കി തുടങ്ങി ചോദിച്ചു, സാറ് ചോദിച്ചു, ഇതിനിപ്പോൾ എന്താ പ്രശ്നം? ഒരു 10-20,000 ലൈനുണ്ട്. എനിക്ക് ഇതിപ്പോ മെമ്മറിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് സാറ് തലയിൽ പറഞ്ഞിട്ട് അതെങ്ങനെയാണ് നമുക്ക് മൂപ്പരോട് ചോദിക്കണം. അതൊക്കെ 20,000 ലൈൻ എഴുതിയപ്പോ ആള് നോക്കിക്കൊണ്ടിരിക്കുക പറഞ്ഞു,
അപ്പൊ ചോദിച്ചു ഇതിന് മെമ്മറി ലീക്ക് ഉണ്ടാവും, ഇത്ര അധികം ലീവ് വന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും എന്ന് ചോദിച്ചു. ഇല്ലടാ മോനെ എന്ന് പറഞ്ഞിട്ട് തല എറിഞ്ഞിട്ട് ആള് പറഞ്ഞു. അപ്പൊ ഈ ഇതിന് എന്തൊരു പരിഹാരം ചോദിച്ചു. ദേഷ്യമുണ്ട് സാറിന്, ദേഷ്യമുണ്ട്, പക്ഷെ ഇതിനിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഡെവലപ്പർ അല്ലേ, പണക്കാൻ പാടില്ലല്ലോ. ഒരു 10,000 ലൈൻ കമന്റ് ചെയ്ത് വെച്ചിട്ട് അതും കൂടി മാറ്റിയിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കിയാലോ. ആളുടെ ഫുഡിന് നിയന്ത്രണം വിട്ടു, കുഞ്ഞിയടാന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഉള്ളൂ.